നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് നീ ഒരു പ്രതിയോഗി അല്ലെങ്കിലും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. നിനക്ക് എന്താ വേണ്ടേ? എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണടി. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അന്ന് കണ്ട ദേവീ ക്ഷേത്രത്തിൽ നീ എത്തണം. എന്താ പേടിയുണ്ടോ നിനക്ക്? നിങ്ങൾ ഞാൻ ഇതിന് പേടിക്കണം? നിങ്ങൾ പേടിക്കേണ്ടതേ എന്നെയാ. നീ വന്നേക്ക്, ഞാൻ ക്ഷേത്രത്തിലുണ്ടാവും. ദക്ഷയുടേത് കൊലച്ചിരിയ. ഇന്ന് അവർക്ക് സന്തോഷമുള്ള ദിവസമാണെന്ന് പറയണമെങ്കിൽ നീ സ്വാതിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ? ഇല്ല. വല്യപ്പച്ചി തന്നെ ഒഴിവാക്കി കാണും. അതെ, എനിക്കൊരു വിവരം അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. അതിന് നിങ്ങളെ കാണാൻ വന്നത്. വേഗം പറഞ്ഞു, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അല്ല, നീ എന്താ ടെൻഷനായ പോലെ? മാണിക്യമംഗലം നിങ്ങൾ ആർക്കെങ്കിലും വിറ്റോ? ഇത് ചോദിക്കാനാണോ? ആ തറവാട് അതിന്റെ അവകാശി വന്നാൽ വിട്ടുകൊടുക്കാനിരിക്കുന്ന കാര്യം നിനക്കറിയാവുന്നല്ലേ? എനിക്കറിയേണ്ടത് അത് ആർക്കെങ്കിലും വിട്ടുകൊടുത്തോ എന്നാണ്. വിട്ടുകൊടുത്തു. ഇപ്പൊ മംഗലശ്ശേരി വകയല്ല ആ വീടും പറമ്പും. അതിന്റെ അവകാശം വന്നപ്പോ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റൂ? അത് അച്ഛന്റെ മുത്തച്ഛന്റെ ആഗ്രഹമല്ലേ? ഇനിയുള്ള ദക്ഷയുടെ പടപ്പുറപ്പാട് മംഗലശ്ശേരിക്ക് നേരെ പ്രകടമായിട്ടാവും. ഏയ്, നീ എന്താ ആലോചിക്കുന്ന? വിലക്കാണോ അവരത് വാങ്ങിയത്? വിലയ്ക്ക് വാങ്ങാൻ അവര് താല്പര്യപ്പെട്ടെന്നാ ശർമാജി പറഞ്ഞ. അത് സൗജന്യമായി വിട്ടുകൊടുക്കാനല്ലേ അച്ഛൻ വാങ്ങിയത്? സൗജന്യമായിട്ട് തന്നെ എഴുതി കൊടുത്തു. വിലയ്ക്ക് വാങ്ങാൻ വരുന്നവർക്ക് എന്തിനു സൗജന്യമായിട്ട് നൽകണം? അങ്ങനെയാണെങ്കിൽ അവര് കാശുകാരായിരിക്കില്ലേ? അവിടെ ഒരു അഗതി മന്ദിരം തുടങ്ങായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. നീ എന്തിനാ വീടിനെ പറ്റി ഇത്ര ഉത്കണ്ഠപ്പെടുന്നത്? ആ വീടിന്റെ പാപങ്ങളാ ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ഓർത്തപ്പോ എന്റെ വിരൽ മുറിഞ്ഞു. അത് ശ്രദ്ധ കുറവുണ്ടോ? എവിടെ കാണട്ടെ? വലിയ മുറിവാണോ? അല്ല, അത് സാരമില്ല. അവിടെ പോയി വിളക്കും പൂജവെപ്പൊക്കെ നടത്തിയിട്ട് ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത്. ഇനി അതങ്ങ് മറന്നേക്ക്. അച്ഛന് ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ ചെയ്തെന്നുള്ള ചാരിതാർത്ഥ്യം എനിക്ക്. നീ ആ മുറിവിലേക്ക് എന്തെങ്കിലും മരുന്ന് വയ്ക്കാൻ നോക്ക്. ആ തറവാട് കൈക്കലാക്കാൻ വേണ്ടിയാ ദക്ഷ ഇതുവരെ കാത്തിരുന്നത്. ഇനി ആര് വേണമെങ്കിലും കൊല്ലപ്പെടാം. ദക്ഷ കാണാൻ വിളിച്ചിരിക്കുന്നത് എന്റെ ജീവൻ എടുക്കാൻ തന്നെയാവും. ഇനി ചേച്ചിയുടെ നേരെ അവര് വരരുത്. അതിന് ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാ. ആദ്യം മറന്ന് ആഹ്ലാദിക്കുന്ന ദക്ഷയുടെ മനസ്സിൽ തന്നെ പ്രഹരിക്കണം. നിങ്ങളായിട്ട് എന്നെ കാണാൻ വിളിച്ചതല്ലേ, ഞാൻ വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.